ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. 26,200 നിന്ന് മാർക്കറ്റ് ഒരു 1,500 പോയിൻറ്റ് കറക്റ്റ് ചെയ്തു 24,700 വരെ വന്നു. മാർക്കറ്റ് കയറുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാണ് മാർക്കറ്റ് കയറി പോകുന്നു, വാങ്ങണോ എന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ എല്ലാവരും പറയും നമുക്കൊരു കറക്ഷൻ വരട്ടെ, കറക്ഷൻ വന്നതിന് ശേഷം നമുക്ക് എൻട്രി ചെയ്യാമെന്ന് പറയും. കറക്ഷൻ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പേടിച്ചിട്ട് ഇനി മാർക്കറ്റ് വീഴുമെന്നുള്ള ഒരു പേടിയാണുള്ളത്. കറക്ഷൻസ് വളരെ ഷാർപ്പായിരുന്നു. അത് നിഫ്റ്റിയിലാണ് ആദ്യം കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇറ്റ് സ്പ്രെഡ് ഓവർ ടു മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സ്. ഒരു വളരെ ഫെറോഷ്യസ് കറക്ഷൻ ആയിരുന്നു. പക്ഷേ നമ്മൾ ഒരു ഫാക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്രയും കയറിയിട്ട് ഒരു 5 to 6% ഉള്ളൊരു കറക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാർക്കറ്റ് കയറുമ്പോഴത്തേക്ക് പടിപടിയായിട്ട് കയറുകയും ഇറങ്ങുമ്പോഴത്തേക്ക് വളരെ ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷനുണ്ട്. അപ്പോൾ ഈ കറക്ഷൻ വന്നപ്പോഴത്തേക്ക് യു വുഡ് ഐ നോട്ടീസ് ദാറ്റ് ദിസ് വാസ് എൻ ഇന്ത്യ സ്പെസിഫിക് കറക്ഷൻ. ഇപ്പം US മാർക്കറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസും S&P 500 ഒക്കെ ഓൾ ടൈം, നാസ്ഡാക്ക്, ഈവൻ നാസ്ഡാക്ക് ഇസ് അറ്റ് ഓൾ ടൈം ഹൈസ് ആൻഡ് ദേ ആർ going up on a daily basis. But only in India this sharp correction came. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത്, വി ആർ ഇൻ എ ലോങ് ടേം ബുൾ റൺ. അതിനിടയിൽ ഒരു കറക്ഷൻ എന്ന് പറയുന്ന ഒരു 10% കറക്ഷൻ വന്നാൽ പോലും ഇറ്റ് ഈസ് നോർമൽ ഇൻ എ ബുൾ മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു 5% കറക്ഷനേ വന്നിട്ടുള്ളൂ. ഈ കറക്ഷൻ മെയിൻലി ഇൻഡെക്സ് സ്റ്റോക്സിലാണ് വന്നിരിക്കുന്നതിൻ്റെ റീസൺ FI സെല്ലിംഗ് ആണ്. ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 10 ദിവസമായിട്ട് 70,000 crore വർത്ത് ഓഫ് ഷെയർസ് ദേ ഹാവ് സോൾഡ്. 70,000 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് ബി അറൗണ്ട് $8.5 billion സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അവരുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഫുൾ ഇയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $4.5 billion ആണ് അവരുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ last 6 months from April till September end. What is the reason for this sharp correction? അല്ലെങ്കിൽ FI സെല്ലിംഗ് കൊണ്ടുള്ള കറക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് നമ്മളൊരു ചൈന ഫാക്ടർ. You all know that the Chinese market has been underperforming over the last so many years. എന്ന് വെച്ചാൽ ചൈനീസ് മാർക്കറ്റ് 2008 വന്ന ഹൈ പോലും സർപ്പാസ് ചെയ്തിട്ടില്ല. നമ്മൾ 2008 വന്ന 21,000 ഹൈ സർപ്പാസ് ചെയ്ത് ഇപ്പോൾ ഇൻഡെക്സ് സെൻസെക്സ് 80-90,000 ഇരിക്കുകയാണ്. അപ്പോൾ ചൈനീസ് മാർക്കറ്റിലെ പ്രോസ്പെക്ട്സ് വളരെ കുറവായിരുന്നു. കാരണം FIസിനൊക്കെ നേരത്തെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചൈന ഹാവ് ദിയർ ഓൺ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ആർ ദിയർ. സോ FIs sold in the Chinese market and the Chinese market PE came below 10. ചൈനീസ് ആൻഡ് ഹോങ്കോങ് PE, അല്ലെങ്കിൽ ഒരുപാട് ചൈനീസ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോങ്കോങ് ഇൻഡെക്സിലാണ്. അപ്പം ഈ ഇതിൻ്റെയും PE വന്നിട്ട് 10 താഴെ വന്നു. വൈൽ വി ആർ ട്രേഡിംഗ് അറ്റ് എ PE ഓഫ് 22 or 23 റൈറ്റ് നൗ. ഫോർവേഡ് PE എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ടു ലെസ് ദൻ 20. സോ വൈ വി ആർ കമാൻഡിങ് സച്ച് എ ഹൈ പ്രീമിയം ഓഫ് ഓവർ ചൈനീസ് മാർക്കറ്റ്? ബിക്കോസ് നമുക്ക് അതിനനുസരിച്ചുള്ള ഇന്ത്യൻ കമ്പനീസിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വളരെ ഹ്യൂജ് ആണ്. സോ ദാറ്റ് ഇസ് വൈ പീപ്പിൾ പേ എ ഹയർ പ്രൈസ് ടു ബൈ ഇന്ത്യൻ സ്റ്റോക്സ്. ബട്ട് റീസെൻ്റ്ലി വാട്ട് ഹാപ്പൻഡ്, ചൈനീസ് ഗവൺമെൻറ് തന്നെ കുറച്ച് സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവന്നു. ഒരുപാട് കാര്യങ്ങൾ ഫിസിക്കൽ സ്റ്റിമുലസ് കൊണ്ടുവന്നു. അതിൽ ഒരെണ്ണം വാട്ട് ഐ റിമെമ്പർ കറക്റ്റ്ലി ഈസ് ദ റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ബൈ 0.5% ഓൺ മോർഗേജ് ലോൺസ്. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഹൗസിംഗ് ലോൺസിന് 0.5% ഇൻട്രസ്റ്റ് കുറച്ചു. 0.5% ഈസ് ഹ്യൂജ് കൺസിഡറിങ് ദാറ്റ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഓൺലി അറൌണ്ട് 3.5%. നമ്മുടെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 7% നിൽക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് റെഡ്യൂസിങ് 100 basis point ഇൻട്രസ്റ്റ് റേറ്റ്. അതൊരു വലിയ ഹ്യൂജ് സ്റ്റിമുലസ് ആണ്. അപ്പം ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരെല്ലാം ചൈനയിൽ വിറ്റ് മാറി നിന്നവർ they suddenly felt that the Chinese economy may recover because of the stimulus packages. So what they did is, India is trading at 23 PE and they sold India and they were moving to Chinese markets. അപ്പോൾ ചൈനീസ് മാർക്കറ്റ്സ് ഇറ്റ് മൂവ്ഡ് അപ്പ് ആസ് ഹൈ, ഐ തിങ്ക് 28 or 30% ഇറ്റ് മൂവ്ഡ് അപ്പ്
ഓവർ ജസ്റ്റ് അറൗണ്ട് 2 വീക്സ് ട്രേഡിംഗ് ടൈം. ഇതിനകത്ത് ഇടയ്ക്ക് ഒരാഴ്ച ചൈനീസ് മാർക്കറ്റ് ഫുൾ എന്തോ ഒരു അവധിയായിരുന്നു. അല്ല, മൊത്തത്തിലൊരു 2 ആഴ്ച കൊണ്ടാണ് 30% കയറിയത്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് 30% കയറിയിട്ട് നൗ ഇറ്റ് ഹസ് കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും 20% അപ്പാണ്. ബട്ട് ദെയർ പി ഈസ് ഓൺലി അറൗണ്ട് 13 or 14. അപ്പോൾ ഇന്ത്യയുടെ പി ഇപ്പോഴും 23 ആണ്. പക്ഷേ വാട്ട് ഐ ഫീൽ ആൻഡ് വാട്ട് ജനറലി പീപ്പിൾ സേ ഈസ് ദിസ് ഈസ് ഓൺലി എ ഷോർട്ട് ടേം ഫിനോമിനൻ. ബിക്കോസ് ഇൻ ദ ലോങ് ടേം ചൈനീസ് മാർക്കറ്റ്, ചൈനീസ് എക്കോണമി ഈസ് നോട്ട് ഗോയിങ് ടു പെർഫോം ലൈക്ക് ഇന്ത്യൻ എക്കോണമി. അപ്പം ഈ FISൻ്റെ സെല്ലിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലൈൻ സ്റ്റോക്സിൽ, ഫോർ എക്സാമ്പിൾ റിലയൻസ്, HDFC, ഇതിന് രണ്ടിനാണ് നമുക്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഇത് കമ്പൈൻഡ് വെയിറ്റേജ് ഇതിൻ്റെ രണ്ടും കൂടെ എനിക്ക് തോന്നുന്നത് 25 അത്ര പെർസെൻറ്റേജ് ഉണ്ട്. ഇഫ് യു സീ ദ സെല്ലിംഗ് മെയിൻലി ഹാപ്പൻ ഇൻ ദ ഇൻഡെക്സ് സ്റ്റോക്സ്. അപ്പം ഇത് 6% ഇറങ്ങി. അപ്പം നാച്ചുറലി ഇൻഡെക്സ് സ്റ്റോക്സ് ഇറങ്ങുമ്പോഴത്തേക്ക് സോ മെനി പീപ്പിൾ ആർ ഹാവിങ് ഫ്യൂച്ചേഴ്സിൽ ഒക്കെ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ലോസ് വരും. സോ ദ സെല്ലിംഗ് സ്പ്രെഡ് ഓവർ ടു ദി മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ്. ബട്ട് വാട്ട് ഐ നോട്ടീസ്ഡ് യെസ്റ്റർഡേ ഈസ്, സി ഇപ്പോഴത്തെ റീസെൻറ്റ് ഫോളിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1500 പോയിൻ്റ് നിഫ്റ്റി വീണു. എന്നിട്ട് നിഫ്റ്റി ഹാസ് ഹാർഡ്ലി റിക്കവേർഡ് 20% ഓഫ് ദ ടോട്ടൽ ഫോൾ. ബട്ട് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്സ് ഹാവ് റിക്കവേർഡ് ഓൾമോസ്റ്റ് 60% ഓഫ് ദി റീസെൻറ്റ് ഫോൾ. അപ്പോൾ എന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 15,000 crores ഒരു ദിവസം വിറ്റു. ഇറ്റ് ഈസ് ഐ തിങ്ക് ഓൺ സെപ്റ്റംബർ 30th ഫസ്റ്റിനെന്തോമാണ്. ആഫ്റ്റർ ദാറ്റ് ദേ അഗെയിൻ വാസ് സെല്ലിങ് 10,000. ഇന്നലെയും വിറ്റു 4,500 കോടി. അപ്പോൾ 5,000 കോടി വെച്ച് അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇഫ് യു സി HDFC ബാങ്കും റിലയൻസും അതുപോലെ ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ് ആർ നോട്ട് മൂവിങ് അപ്പ്. ബട്ട് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് സ്റ്റോക്സ് എല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ US എലക്ഷൻ കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൺ November 5th or something. അപ്പം ട്രംപ് എങ്ങാനും തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡസൻ ഹാവ് ആൻ അക്കോമഡേറ്റീവ് പോളിസി ഫോർ ചൈനീസ്. അങ്ങനെ ആണെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഈ ഔട്ട്ഫ്ലോ വളരെ ഷോർട്ട് ടേമിലാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മാർക്കറ്റ്സും കൂടി നിൽക്കുകയാണ്. FIs സെല്ലിങ്ങിനെ മാച്ച് ചെയ്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുന്നുണ്ട്. ബിക്കോസ് ദേ ഹാവ് ഹ്യൂജ് ഫണ്ട്സ് വിത്ത് ദം. എന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ SIPയിൽ മാത്രം വന്ന് 24,500 കോടി രൂപയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. പിന്നെ അല്ലാതെയുള്ള ടോട്ടൽ എന്ന് പറയുന്നത് വൺ ടൈം ഐ തിങ്ക് 2 months ബാക്ക് ഇറ്റ് ടച്ച്ഡ് 40,000 crores ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ. ആഫ്റ്റർ ദാറ്റ് അന്ന് കുറച്ച് ന്യൂ ഫണ്ട് ഓഫറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റിൽ നൗ ഐ തിങ്ക് ഇറ്റ് ഈസ് അറൌണ്ട് 35,000 crores. അപ്പോൾ 35,000 crores ഇസ് എ ഹ്യൂജ് എമൗണ്ട്. സോ FIs വിറ്റ് കഴിഞ്ഞാലും അവർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കണ്ടിന്യൂസ്ലി ബൈയിങ്. ഓക്കെ, ആ FI സെല്ലിങ്ങിൻ്റെ മൊമെൻറ്റം കുറയും. വൺസ് ഇത് FI സ്റ്റോപ്പ് സെല്ലിങ് അവർ മാർക്കറ്റ് വിൽ ഷൂട്ട് അപ്പ്. അപ്പോൾ ഈ താന്ന് കിടക്കുന്ന ഒരു ഇത് ഇനിയും താഴെ പോകുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇറ്റ് ഇസ് ഓൺലി എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇൻഡെക്സ് 24,700 വരെ നിഫ്റ്റി വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് ഇറ്റ് ഇസ് നിയർ അറൗണ്ട് 25,000. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫാളിങ് ഡൗൺ ടെക്നിക്കലി, ഐ തിങ്ക് മൈ കൊളീഗ് വിൽ ആ ചാർട്ടൊക്കെ കാണിക്കും. Technically, even if the market falls, it can fall maybe up to 24,400 or 500, another 500 points. പക്ഷേ ബൗൺസ് ബാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ് വിൽ മൂവ് അപ്പ് ഷാർപ്ലി ടു 25,700 ലെവൽസ് വരെ പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഹൈ 26,200 ആണ്. ഈ 25,700 എന്ന് പറയുന്നത് ഒരു നല്ല റെസിസ്റ്റൻസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ 61.8% റീട്രേസ്മെൻറ്റ് ഓഫ് ദി fall from 26,200 to 24,700. അപ്പം ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് തിയറിയിൽ 61.8% മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ then again we will see a new high. As and when this FI stops selling, we are going to move up again. പിന്നെ സെക്കൻഡ് റീസൺ ഫോർ ദിസ് FI സെല്ലിങ്ങിന് ഒരു റീസൺ ഉള്ളത്, നമ്മുടെ സെബി they did a huge study in the market on derivative trading, and they came out with a paper saying that 90% of the people who are trading, retail people who are trading in futures and options are losing money. എന്ന് വെച്ചാൽ 90% ആൾക്കാർക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ, അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ വേണ്ട. അപ്പോൾ ഇഫ് യു സി ഓപ്ഷൻസിൽ എക്സ്പയറി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഹ്യൂജ് വോള്യൂംസിലാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്. വാട്ട് സെബി ഈസ് സേയിങ് ഈസ് ഓൾമോസ്റ്റ് കറക്റ്റ്. ഐ ഓൾസോ നോ ദാറ്റ് 90% of the people are losing money in futures and options. എല്ലാവർക്കും പൈസ പോവുകയാണ്.
Only people who are investing in for the long term are making money. SEBI കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു വെച്ചാൽ ടു ഹിൻഡർ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അപ്പം അതിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ ലോട്ട്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ബൈ ഇൻ ഒരു ഇപ്പം റിലയൻസ് ആണെന്നുണ്ടെങ്കിൽ 400 ലോട്ട്, അങ്ങനെ ഒരു ലോട്ട് സൈസ് ഉണ്ട്. അപ്പോൾ പ്രീവിയസ്ലി ദ ലോട്ട് സൈസ് പെർ ട്രേഡ് വാസ് അറൗണ്ട് 5 to 8 lakh rupees. 5 to 8 lakhs എന്ന് വെച്ചാൽ 5 to 8 lakhs ആണ് ആ ലോട്ട് സൈസ്. അപ്പോൾ ഒരാളിനൊരു 1.5 ലക്ഷം രൂപയൊക്കെ മാർജിൻ ഉണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഒരു പൊസിഷൻ എടുക്കാൻ പറ്റുന്നത്. സോ ടു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ദേ ഇൻക്രീസ് ദി ലോട്ട് സൈസ് ഫ്രം 5 lakhs to 15 lakhs. അപ്പം ഇപ്പോൾ 5 to 8 lakhs ഉള്ളത് ഇറ്റ് ഓൾ 15 to 20 lakhs ആവും. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കൂടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നേരത്തെ ഒരു ലോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അതിനുള്ള മാർജിൻ ഉള്ളവർക്ക് അതിൻ്റെ 3 ഇരട്ടി പൈസ ഉണ്ടെങ്കിലേ ഫ്യൂച്ചേഴ്സിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് നോട്ട് ആപ്ലിക്കബിൾ ടു സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്. അത് ഗ്രാജുവലായിട്ട് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവർ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ. അപ്പം ഇവിടെ എക്സ്പയറി ട്രേഡിംഗ് എന്നൊരു കാര്യം നടക്കുന്നത്, ഹ്യൂജ് വോളിയൂംസാണ് നടന്നുകൊണ്ടിരുന്നത്. ഓപ്ഷൻസിലാണ് എക്സ്പയറി ട്രേഡിംഗ്. നമുക്ക് നോർമലി ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എക്സ്പയർ ചെയ്യുന്നത് ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് എവറി മന്ത്. ആൻഡ് അറ്റ് വൺ ടൈം വി വിൽ ഹാവ് 3 പാരലൽ കോൺട്രാക്ട്സ് റണ്ണിങ് ഫോർ 3 months. അപ്പോൾ ഈ മാസത്തെ ഇപ്പോൾ ഒക്ടോബർ കോൺട്രാക്ട് തീരുമ്പോഴത്തേക്ക് ഇപ്പോൾ റൺ ചെയ്യുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി സ്റ്റാർട്ട് ചെയ്യും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ദിസ് വീക്ക്ലി ഓപ്ഷൻസ് കെയിം. ദാറ്റ് ഈസ് എവറി വീക്ക്ലി എക്സ്പയറി ആണ്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മേടിക്കുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒരാഴ്ചത്തേക്ക്. അപ്പം വി ഹാഡ് എക്സ്പയറി ട്രേഡിങ് ഡെയിലി ഓരോ കോൺട്രാക്ട് എക്സ്പയർ ചെയ്തു. മൺഡേ 2 കോൺട്രാക്റ്റാണ് എക്സ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിഫ്റ്റി വീക്ക്ലി കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു, പിന്നെ സെൻസെക്സ് ഉണ്ടായിരുന്നു, ഫിൻ നിഫ്റ്റി ഉണ്ടായിരുന്നു, മിഡ് ക്യാപ് നിഫ്റ്റി ഉണ്ടായിരുന്നു, ബാങ്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് BSEയുടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കോൺട്രാക്ട്സ് ഉണ്ടായിരുന്നു. സോ സെബി സെഡ് നോ, ഈച്ച് എക്സ്ചേഞ്ച് ക്യാൻ ഹാവ് ഓൺലി 1 വീക്ക്ലി എക്സ്പയറി. ഓക്കെ, അപ്പം ഒരുപാട് ഹ്യൂജ് FI ഫണ്ട്സ്, ദാറ്റ് മീൻസ് ലോങ് ഓൺലി ഫണ്ട്സ് അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് ഹെഡ്ജ് ഫണ്ട്സ് ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ് വെയർ ഡൂയിങ് ഹ്യൂജ് എക്സ്പയറി ട്രേഡിങ്. എക്സ്പയറി ട്രേഡ് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവർ ബാങ്ക്, ഇപ്പം നിഫ്റ്റി ബാങ്കിലൊക്കെ ദേ വർ മേക്കിംഗ് ഹ്യൂജ് മണി ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഈസിലി മാനിപ്പുലേറ്റഡ്. ബിക്കോസ് 1-2 ഹെവി വെയ്റ്റ്സിന്, അല്ലെങ്കിൽ HDFC ബാങ്ക് ഹാഡ് 20 or 25% വെയിറ്റേജ് ഇൻ ബാങ്ക് നിഫ്റ്റി. അപ്പം അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അതെല്ലാം നിർത്തിയപ്പോഴത്തേക്ക് വാട്ട് വിൽ നൗ ഹാപ്പൻ ഇസ് all these hedge funds they brought money in India for this expiry trading purpose. അപ്പോൾ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ക്യാഷായിട്ട് കീപ്പ് ചെയ്യില്ല, ദേ വിൽ ബൈ ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ് ആൻഡ് ഗീവ് ഇറ്റ് എസ് മാർജിൻ. അപ്പോൾ എക്സ്പയറി ട്രേഡിംഗ് നിർത്തിയപ്പോഴത്തേക്ക് ദർ ഇസ് നോ ലോങ്ങർ അവർക്ക് ഇനി ഇവിടുത്തെ മാർക്കറ്റിൽ നിൽക്കേണ്ട കാര്യം. ഷോർട്ട് ടേം ഫണ്ട് സ്റ്റാർട്ടഡ് സെല്ലിങ്, ബാസ്ക്കറ്റ് സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ബാസ്ക്കറ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഷെയർസ്, നിഫ്റ്റിയിലുള്ള 50 ഷെയർസിനെ ഒരു ബാസ്ക്കറ്റായിട്ട് 10 കോടി എന്ന് വെച്ചാൽ 10 കോടി ആ വെയിറ്റേജിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓപ്ഷൻസ് ഈ ബാസ്ക്കറ്റ് ട്രേഡിങ് നടന്നിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതുകൊണ്ട് തന്നെയാണ് റിക്കവറി വരുന്നില്ല. ഗെയിൻ എവറി ഡേ 5,000 crores വെച്ച് സെല്ല് ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് അൾട്ടിമേറ്റ്ലി ദിസ് വിൽ ഹാപ്പൻ. പക്ഷേ ഇതിനകത്തുള്ള നമുക്കൊരു വറി എന്ന് പറയുന്നത് ഈ മിഡ് ക്യാപ്പ് സ്റ്റോക്സിനൊക്കെ ഉള്ള വാല്യുവേഷൻസ് ആണ്. കാര്യം മിഡ് ക്യാപ്പ് സ്റ്റോക്സും സ്മോൾ ക്യാപ്പ് സ്റ്റോക്സും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് മണി ഈസ് കമ്മിങ് ഇൻ ടു സച്ച് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ദി ഫണ്ട് മാനേജേഴ്സ് ഹാവ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു യൂസ് ദി ഫണ്ട്സ് ഫോർ ബൈയിങ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ്. അപ്പം കുറേ നല്ല സ്റ്റോക്സേ ഉള്ളൂ ഇതിനകത്ത്. അത് തന്നെ മേടിച്ചിട്ട് അത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കറക്ഷൻസ് ഇപ്പോഴുള്ള പോലെ 5% കറക്ഷൻ ഒന്നുമല്ല, ഒരു നല്ലൊരു കറക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിന് എത്രത്തോളം പോയിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ബട്ട് ആസ് എൻ ഇൻവെസ്റ്റർ, ഇവിടെ ട്രേഡേഴ്സൊക്കെ കുറവാണ്, ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ആസ് എൻ ഇൻവെസ്റ്റർ നമുക്കൊരു ചെറിയ കറക്ഷൻ ഒന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല. വി ഹാവ് ടു ബി കോഷ്യസ്ലി വാച്ച് വാട്ട് ഈസ് ഹാപ്പനിങ്. പിന്നെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ നന്നായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ
പാർട്ടായിട്ട് വിൽക്കുക. നമ്മൾ 1000 ഷെയർസ് ഉണ്ട്, ഒരു നമ്മുടെ കയ്യിൽ 100 രൂപയ്ക്ക് മേടിച്ച് 250 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 300-400 കൊടുത്ത് പോവുക. അല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല. നമുക്ക് എവിടെ പോയിട്ടാണ് ഇത് താഴെ വരുന്നതെന്ന് നമുക്കുള്ളൊരു ഓപ്ഷൻസും ഇല്ല. ഔട്ട്ഫ്ലോ ഓഫ് മണി ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ടു ന്യൂ ഫണ്ട് ഓഫറിങ്സ്. ഇപ്പോൾ IPOകൾ വരുന്നുണ്ട്, ഡെയിലി സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ബൂമിങ് മാർക്കറ്റിൽ പ്രൊമോട്ടേഴ്സ് ആർ മേക്കിംഗ് ഹ്യൂജ് മണി ഔട്ട് ഓഫ് ന്യൂ ഫണ്ട് ഓഫറിങ്സ്. ഒരുപാട് ന്യൂ ഫണ്ട്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഈ വരുന്നതിൻ്റെ 90% നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി പ്രൊമോട്ടേഴ്സ് ഓഫ് ദീസ് കമ്പനീസ് ഹു ആർ കമ്മിങ് ഔട്ട് വിത്ത് IPOs, ദേ ആർ നോട്ട് ടേക്കിംഗ് മണി ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദെയർ കമ്പനി. അവരുടെ തന്നെ ഷെയർ വിറ്റിട്ട് ദേ ആർ പോക്കറ്റിംഗ് ദ മണി. ദാറ്റ് ഈസ് എ വെരി നെഗറ്റീവ് ട്രെൻഡ്. ഒരുപാട് IPOs വരുന്നുണ്ട്. കാര്യം ഇപ്പോൾ വളരെ ബോയൻ്റാണ് മാർക്കറ്റ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. ഒരുപാട് മറ്റേ മ്യൂച്വൽ ഫണ്ട്സിൽ പൈസ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ വറിയിങ് ഫാക്ടർ. എനിക്ക് കുറച്ച് കാലമായിട്ട് തോന്നുന്നതാണ്. ഇപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു സീ ഇപ്പം ഹുണ്ടായുടെ IPO വരാൻ പോവുകയാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓപ്പണിംഗ് ഓൺ Tuesday or Wednesday. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് IPO എവർ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്സ്. ഇത് മുമ്പുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു 21,000 crores കളക്ട് ചെയ്ത് LIC ആണെന്ന് തോന്നുന്നു. ഇപ്പം ഹുണ്ടായി മോട്ടോഴ്സ് വരുന്ന 27,000 crores കണ്ടൊരു IPO ആയിട്ടാണ് വരുന്നത്. ഇത് കൊറിയൻ കമ്പനിയാണ്, ആസ് വി ആർ ഓൾ അവെയർ. അവരുടെ ഇന്ത്യൻ ആമിൽ കൊറിയൻ കമ്പനിക്കുള്ള 17.5% ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ദ മണി വോണ്ട് കം ഇൻ ടു ദി Hyundai company in India, but it will be taken out of Indian investors by the promoter ആണ്. അപ്പോൾ ഈ പൈസ അവരുടെ പേരൻറ്റ് കൊറിയൻ കമ്പനിക്കാണ് പോകുന്നത്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് തിങ് ഈസ് ദാറ്റ് അവിടെയുള്ള പേരൻറ്റ് കമ്പനി ഈസ് ട്രേഡിംഗ് അറ്റ് എ PE of 4 or 5, ആൻഡ് ഹിയർ ദേ ആർ ഇഷ്യൂയിങ് ഷെയർസ് അറ്റ് എ പ്രൈസ് ഏർണിങ്സ് മൾട്ടിപ്പിൾ ഓഫ് 23 or 24. ഈ 24 എന്ന് പറയുന്നത് മാരുതിയെ പോലെ ഇത്രയും വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള കമ്പനിയെ കാട്ടി 10% വാല്യൂഷൻ കുറച്ചാണ് കൊടുക്കുന്നത്. മാരുതി ഐ തിങ്ക് ഇറ്റ് ഇസ് ട്രേഡിംഗ് അറ്റ് എ PE of 27 or something. ഇത് വന്നിട്ട് 24 PE-യിലാണ് കൊടുക്കുന്നത്. ഈ ഹ്യൂജ് ഔട്ട്ഫ്ലോ വിൽ ഗോ ഇൻ ടു ദ കൊറിയൻ കമ്പനി. അപ്പോൾ ഇത്രയും വലിയൊരു IPO വരുമ്പോഴത്തേക്ക് ഹ്യൂജ് ഫണ്ട്സ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് പോകാനുള്ള ചാൻസുകൾ. ചിലപ്പം സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഹുണ്ടായി IPO എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഐ തിങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ഇപ്പം ഏതിലെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷെയർസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് 100% പ്രോഫിറ്റിൽ നമ്മൾ പലതും വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയൊന്നും ഒരു റൈസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു ഹൈ വാല്യൂഷൻസിലാണ് കൊടുക്കുന്നത്. ഇതല്ലാതെ വേറെ മാർക്കറ്റിൽ വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷേ ദിസ് തിങ് വി ഹാവ് ടു വാച്ച്. ഒരുപാട് പൈസ ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് അതല്ലാതെ തന്നെ എക്സിസ്റ്റിംഗ് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ പ്രൊമോട്ടേഴ്സ് ദേ ആർ സെല്ലിംഗ് സ്റ്റേക്ക്. ഒരുപാട് കമ്പനി ഞാൻ ഹോൾഡ് ചെയ്യുന്ന 2-3 കമ്പനീസിൻ്റെ SW സോളറോ അങ്ങനെയൊക്കെയുള്ള കുറേ കമ്പനീസിൻ്റെ സ്റ്റേക്ക് പ്രൊമോട്ടേഴ്സ് ആർ സെല്ലിംഗ് ഐദർ ഇൻ ദ മാർക്കറ്റ് ഓർ അവർക്ക് വേറെ ആർക്കെങ്കിലും പ്രൈവറ്റായിട്ട് വേറെ മാർക്കറ്റ് വഴി പ്ലേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രൊമോട്ടേഴ്സിനാണ് നമ്മളെ കാട്ടി ഒരു കമ്പനിയെക്കുറിച്ച് എല്ലാം അറിയാവുന്നത്. അപ്പോൾ ആ പ്രൊമോട്ടേഴ്സ് ആർ ദംസെൽസ് ഫീലിംഗ് ദാറ്റ് മൈ കമ്പനി ഷെയർസ് ആർ സോ ഓവർ വാല്യൂഡ് ദാറ്റ് ഐ വിൽ സെൽ നൗ. പൈസ ആവശ്യമില്ലെങ്കിൽ തൽക്കാലം ഇത് പോട്ടെ, പിന്നെ ഇനി എന്തെങ്കിലും മേടിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത്രയും ഓവർ വാല്യൂഡ്സാണ് പല കമ്പനീസും. ഈവൻ ദെൻ ഐ ഡോണ്ട് സീ എനി ഇമ്മീഡിയറ്റ് പ്രോബ്ലം. നമ്മുടെ മാർക്കറ്റിൽ വലിയ കറക്ഷൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.